ഡയബറ്റിക് പേഷ്യൻസ്, PCOS ഉള്ളവർ, വെയിറ്റ് മാനേജ്മെൻറ്റ് ട്രൈ ചെയ്യുന്നവർ ഒക്കെ അറിഞ്ഞിരിക്കേണ്ട 2 ടേംസിൻ്റെ എക്സ്പ്ലനേഷൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാ കാർബോഹൈഡ്രേറ്റ്സും നമ്മുടെ ബോഡിയിൽ ഒരേ അളവിലാണോ ബ്ലഡ് ഷുഗർ കൂട്ടുന്നത്? ഇതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൈസിമിക് ഇൻഡെക്സിനെ കുറിച്ചും ഗ്ലൈസിമിക് ലോഡ് എന്താ എന്നതിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഡയബറ്റിക് പേഷ്യൻസ് മിക്കപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ലോ GI അല്ലെങ്കിൽ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കണമെന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ GI അല്ലെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്? ഒരു കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണം എത്ര പെട്ടെന്ന് എത്ര സ്പീഡിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ കൂട്ടും എന്ന് പറയുന്ന വാല്യൂ ആണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ 0 മുതൽ 100 വരെയാണ് ഓരോ ഭക്ഷണങ്ങൾക്കും, ഇപ്പോൾ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ അരി പയറുവർഗ്ഗങ്ങളായിക്കോട്ടെ, ഇതിന് വാല്യൂ കൊടുക്കുന്നത്. ഇത് നമുക്ക് 3 ആയിട്ട് തിരിക്കാം. ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ്, അതായത് 0 മുതൽ 55 വരെ വാല്യൂ വരുന്നവരാണ് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ്സ്. അതേപോലെ മീഡിയം അല്ലെങ്കിൽ മോഡറേറ്റ് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളവരാണ് 56 മുതൽ നമുക്ക് 69 വരെ വരുന്നവർ. അതേപോലെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 70 മുകളിലേക്ക് വരുന്നവരാണ് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ്. അതായത് അവർ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ കൂട്ടാൻ കാരണമാവുന്നവരാണ്. അപ്പം ഇതിന്റെ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഇപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആപ്പിൾ ഉണ്ട്, പേരക്ക, നെല്ലിക്ക, അതേപോലെ പലതരത്തിലുള്ള ബെറികളുണ്ട്. നമുക്ക് സ്ട്രോബെറി, അതേപോലെ മൾബെറി, നമുക്കിപ്പം ജാമുൻ, നമ്മുടെ ഞാവൽപ്പഴം, ഇവയൊക്കെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് ആണ്. അതേപോലെ തന്നെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള നമ്മുടെ ധാന്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പയർ, കടലവർഗ്ഗങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ചെറുധാന്യങ്ങൾ, മില്ലറ്റുകൾ, ഓട്സ്, കീൻവ, ഇതൊക്കെ എന്താണ് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ധാന്യങ്ങൾ വരുന്നതാണ്. അതേപോലെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ചോറ്, അതായത് ചുവന്ന അരി, ചപ്പാത്തി, അതേപോലെ തന്നെ നമ്മുടെ വാട്ടർമെലൺ, പൈനാപ്പിൾ, ഇവയൊക്കെ നമുക്ക് മോഡറേറ്റ് അല്ലെങ്കിൽ മീഡിയം ഗ്ലൈസിമിക് ഇൻഡെക്സിൽ വരുന്നവരാണ്. നമ്മുടെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സിൽ നമുക്ക് വരുന്നതാണ് നമ്മുടെ വൈറ്റ് റൈസ്, അതേപോലെ വൈറ്റ് ബ്രെഡ്, സ്വീറ്റ്സുകൾ, ദെൻ നമ്മുടെ ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളവയാണ്. അതായത് അവർ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലഡ് ഷുഗർ കൂട്ടിയിട്ട് നമ്മളൊരു ഷുഗർ ക്രാഷിലേക്ക് തള്ളിവിടുന്നവരാണ്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മളിപ്പോൾ ഒരു ബ്രെഡൊക്കെ 2 എണ്ണം വെറുതെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് വയറിനൊരു എരിച്ചിൽ പോലെ, ഒരു വിശപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് ആ ഒരു ഷുഗർ സ്പൈക്ക് സഡൻ ഉണ്ടാവുന്ന കൊണ്ട്